യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബയോഗമുണ്ട്. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് കൂടുന്ന ഒരു കുടുംബയോഗം ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ കൂടുന്നതാണ്. അപ്പം ഇന്ന് നമ്മളെ കുടുംബയോഗത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഓരോ മാസം ഓരോ വീട്ടിലാണ്. അപ്പം നമ്മളെ കുടുംബയോഗത്തിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു സംഘം എന്നെല്ലാം പറയുന്ന പോലെ തന്നെ അങ്ങനെ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, കുറിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സംഘമാണ്. അപ്പം നല്ലൊരു കൂട്ടായ്മയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി എല്ലാ മാസവും ഒപ്പരം കൂടാൻ പറ്റുന്നതും അങ്ങനെയുള്ള നിധിചേട്ടൻ റെഡി വരുന്നുണ്ട്. കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നിധിചേട്ടൻ അവിടത്തേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി. അപ്പം കുടുംബയോഗത്തിന് പോയിട്ട് ബാക്കി കാഴ്ചകളെല്ലാം അവിടെയുള്ളത് എന്താണെന്നെല്ലാം കാണിച്ചു തരാം. ഞാൻ ഫാമിലി മെമ്പേഴ്സിനെല്ലാം പരിചയപ്പെടുത്തി തരാം. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നോക്കാം. അപ്പം നിധിചേട്ടൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു കുടുംബയോഗം വെച്ചത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പം നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുക്കളയിൽ ഇതാ പരിപാടി എന്താണെന്ന് വെച്ചാൽ പഴംപൊരി പ്രിപ്പറേഷനിലാണ്. പഴം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായ പഴം തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി പഴംപൊരിയായിരുന്നു, നല്ല ക്രിസ്പി പഴംപൊരി ആയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ കിച്ചണിൽ കഥയെല്ലാം പറഞ്ഞ് ഓമടിയെല്ലാം പറഞ്ഞ് നിന്ന് പഴംപൊരിയെല്ലാം സെറ്റാക്കിയെടുത്തു. ഇതാണ് നമ്മളെ അനീഷേട്ടൻ. ഇത് നമ്മളെ കുഞ്ഞനിയ. സൂപ്പർ പഴംപൊരി. ഇത് എന്താ മറ്റേ ഒരു സിനിമയിലെ ഡയലോഗ് ഇല്ലേ, ഇത് ചേട്ടനന്യന്മാരെ ഭാര്യമാർ. അപ്പോൾ എല്ലാ മാസവും ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ഈ ഒരു കൂട്ടായ്മ കൂടാറുണ്ട്. അടിപൊളിയാണ്. നമ്മളെല്ലാവരും കൂടി ഫുഡ് എന്തേലും ഇപ്പം ചായേൻ്റെ ഐറ്റംസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊന്നുമില്ല കുടുംബയോഗത്തിൽ. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓരോ വീട്ടിലുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഇതിനായിട്ട് മെനക്കെട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അത് മാറ്റി ചായേൻ്റെ മാത്രം പരിപാടിയാക്കി. ഈ ഒരു കൂട്ടായ്മ നല്ല അടിപൊളിയാണ്. നമ്മൾ എല്ലാവരും ഒപ്പരം കൂടി ഈ ഒരു കാലത്ത് എല്ലാവരും എപ്പെങ്കിലും കാണുന്ന ആ ഒരു ബന്ധം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു കുടുംബയോഗം കൊണ്ട് എല്ലാ മാസവും നമ്മൾ ഒരു വീട്ടിൽ എല്ലാവരും കൂടി അങ്ങനെ സംഘം കൂടി ഒന്നിച്ച് കളിച്ച് ചിരിച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പിരിയും. അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കുടുംബത്തിൽ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും തമ്മിൽ അത്ര വലിയ ഐക്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കുന്ന ഒരു ഘടകമായിട്ട് എന്നും ഉണ്ടാകും. അപ്പം ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ ഓണം, വിഷു അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യലുണ്ട്. ആരെങ്കിലും വീട്ടിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. കസിൻ്റെ വൈഫാണ് മെലഡി. ഇത് ഇവിടെ ഇവാൻ ഹായ് പറ. ഇത് മൂത്ത ചേട്ടൻ്റെ ഭാര്യ ശ്രീലക്ഷ്മി. ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ ഹോം മേക്കറാണ്. നമ്മൾ മൂന്നുപേരും നല്ല കൂട്ടാണ്. നമ്മൾ കസിൻസിൻ്റെ ഭാര്യമാരാണ്. കസിൻസിൻ്റെ ഭാര്യമാരാണെങ്കിലും നമ്മൾ ഭയങ്കര കൂട്ടാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാരി എടുക്കുന്നതാണെങ്കിലും അങ്ങനെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിക്കും, ഈ ഡ്രസ്സ് നല്ലതാണോ, അങ്ങനെയെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റിയ നമ്മൾ മൂന്നാളും നല്ല ഫ്രണ്ട്സ് പോലെയാണ്. നമ്മൾ മൂന്നാളും
ഇവിടെ ഇതാ യോഗം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടെ അടുക്കളയിൽ പഴംപൊരി പരിപാടി, ചായയുടെ പരിപാടിയെല്ലാം ആയിട്ട് നമ്മൾ കുറച്ച് ബിസിയായി. നമ്മൾ കിച്ചണിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ കൂടി. ഹായ് പറ മിലു. അല്ലു സേ ഇവിടെ ഇതാ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓണം സെലിബ്രേഷൻ്റെത്. നമ്മളെ വീട്ടിലാണ് ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. രാവിലത്തെ ചായ പരിപാടി നമ്മൾ തന്നെ, വീട്ടിലുള്ള ആൾക്കാർ. ഉച്ചക്കേക്കുള്ളത് നമ്മൾ ഓർഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളൊരു പരിപാടി നടക്കുന്ന സമയത്ത് വീട്ടിൽ നമ്മളിപ്പം ഫുഡും കാര്യങ്ങളെല്ലാം ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് മാത്രമായിട്ട് മെനക്കെട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ചായേൻ്റെ പരിപാടി നമുക്ക് അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ചായേൻ്റെ പരിപാടി നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കാം. ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സദ്യ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഓണം പരിപാടി നമ്മളെ വീട്ടിലായിരിക്കും. അപ്പോൾ അന്നേരം ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെ കുടുംബയോഗത്തിൽ അനുമോദന ചടങ്ങ് നടത്താറുണ്ട്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്കാണെങ്കിലും, അല്ലെങ്കിൽ +2 നല്ല ഒരു വിജയശതമാനം നേടിയ കുട്ടിയാണെങ്കിലും, പിന്നെ ഡിഗ്രി ആണെങ്കിലും, ഏത് തലത്തിലാണെങ്കിലും നല്ല മാർക്കോടെ പാസ്സായ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ മൊമെൻ്റോ കൊടുക്കാറുണ്ട്. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യലും കൂടിയാണല്ലോ ഇത്. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു മൊമെൻ്റോ കിട്ടുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആണല്ലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അവരെ ഒന്ന് അനുമോദിക്കൽ, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക്. ഇനി നമ്മളെ ഒരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓണത്തിന് നമ്മൾ ഒരുപാട് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യും. വടംവലി, കസേരക്കളി, നാടൻ കളികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് അന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയാക്കലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യവും എല്ലാം ആയിട്ട് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് ഇറങ്ങേണ്ട പരിപാടിയിലാണ്. എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ്. എല്ലാവരും പൂജനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മളെ ഈ മാസത്തെ കുടുംബയോഗം കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുവാണ്. എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് വീടുകളെല്ലോ. എല്ലാവരും നടന്ന് പോകാനുള്ള ദൂരമുണ്ട്, ചില ആൾക്കാർക്ക് വണ്ടിയിൽ പോകേണ്ട ദൂരമുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്തുള്ള തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുന്നതാണ്. ഇനി നമ്മൾ മീറ്റ് ചെയ്യുന്നത് അടുത്ത കുടുംബയോഗത്തിനാണ്. അടുത്ത കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ വെച്ച് ഓണം സെലിബ്രേഷൻ. അപ്പം ഞാൻ ഇനി അടുത്ത നമ്മളെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മെമ്മറീസ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ, പിന്നീട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റായിട്ട് എടുക്കാമെന്ന്. ഇങ്ങനെ ഒരു കൂട്ടായ്മ വിരളമായിരിക്കും. ഈ ഒരു കുടുംബസംഗമവും കാര്യങ്ങളെല്ലാം അങ്ങനെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ യോഗം കാര്യങ്ങൾ നമ്മളെ സംഗമത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്താനായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.